ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്കൊരു വാക്യം ദൈവസന്നിധി വായിക്കാം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണത്. എന്റെ കഷ്ടതയിൽ, എന്റെ എന്ത് കഷ്ടതയാണോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഹല്ലേലൂയ, നമുക്ക് രോഗമാണോ, ദുഃഖമാണോ, പ്രയാസമാണോ, വേദനയാണോ, എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഹല്ലേലൂയ, അതിനെല്ലാം, ഹല്ലേലൂയ, അതിനെല്ലാം മറുപടി തരുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ വേദനയുടെ, നമ്മുടെ ഭാരങ്ങളുടെ, നമ്മുടെ പ്രയാസങ്ങളുടെ, നമ്മൾ, ഹല്ലേലൂയ, എന്ത് വിഷയമാണോ നമ്മളെ നീറിപ്പോകുന്നത്, അതിന്റെ മധ്യത്തിൽ, ഹല്ലേലൂയ, കർത്താവിനോട് നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ പാപങ്ങളും, ഹല്ലേലൂയ, എല്ലാം ഒന്ന് ദൈവസന്നിധി, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെല്ലാം മറുപടി തന്ന്, ഹല്ലേലൂയ, ദൈവം നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ രോഗാവസ്ഥയിലാണോ, നമ്മുടെ ഭവനത്തിന്റെ ആവശ്യങ്ങളാണ്, എന്ത് വിഷയമാണോ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിന് സകലത്തിനും, ഹല്ലേലൂയ, പരിഹാരം തരുന്ന ശക്തനായ ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി തരും, നിശ്ചയമായിട്ട് മറുപടി തരും. നമുക്കൊരു വാക്യം, നമുക്കൊരു, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, നല്ല ദൈവമേ, ഹല്ലേലൂയ, ഈ നല്ല സമയത്തിന് വേണ്ടി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, ഇന്ന്, ഹല്ലേലൂയ, നല്ല സമയത്ത് കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് മുഴങ്കാലുകളെ മടക്കുന്നപ്പാ. കർത്താവേ, നീ മനസ്സലിയുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എന്റെ ശബ്ദം കേൾക്കുന്ന, ഹല്ലേലൂയ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അവരെ എന്ത് വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെടുന്ന കർത്താവേ, അത് ഞങ്ങളെക്കാൾ മുൻപേ അറിയുന്ന സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി, ഹല്ലേലൂയ, ദൈവമേ, നീ കൊടുത്ത് അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗങ്ങളാണോ, ഹല്ലേലൂയ, ഭവനത്തിന്റെ അവസ്ഥകളാണോ കർത്താവേ, കടബാധ്യതയാണോ കർത്താവേ, അവരെന്ത് വിഷയത്തിന്റെ മധ്യത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭാരപ്പെടുന്നുണ്ടോപ്പാ, അതിനെല്ലാം മറുപടി കൊടുക്കുവാൻ ദൈവം ഇടയാക്കണമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. രോഗികൾക്ക് സൗഖ്യം തരുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, കടബാധ്യതകളെ മാറ്റി കൊടുക്കുന്ന ദൈവ, ഹല്ലേലൂയ, അനുഗ്രഹിക്കുന്ന ദൈവ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലല്ലോ അപ്പാ. നിന്റെ സന്നിധിയിൽ പുരാതന സമ്പത്തുണ്ട്, വസ്തുവകളുണ്ട് കർത്താവേ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലാതെ അനുഗ്രഹിക്കാവുന്ന വാഗ്ദത്തമാരില്ല സ്വർഗത്തിലെ ദൈവ, ഹല്ലേലൂയ. ഈ മക്കൾക്കെല്ലാം ഭാരപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുവാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചോദിക്കുന്നതിനേക്ക് അത്യന്തപരമായിട്ട് ദൈവം വഴി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല പ്രശ്നങ്ങൾക്ക് മതിയായ ദൈവ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനെല്ലാം നീക്കുമ്പോൾ കുത്താരണം വിടുതൽ ദൈവം അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർ സാമ്പത്തിക വഴി ദൈവമേ നീ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണ കർത്താവേ. രോഗക്കിടക്കയിലാണല്ലോ ആണെങ്കിൽ, ഹല്ലേലൂയ, അതിന് വിടുതൽ ലഭിക്കുവാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണപ്പാ. ഈ വചനം കേൾക്കുമ്പോ, ഹല്ലേലൂയ, എന്റെ ശബ്ദം കേൾക്കുമ്പോ കർത്താവേ, അവരേതവസ്ഥയിലായിരുന്നാലും, ഹല്ലേലൂയ, അതിനിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ മുടിനായ പുത്രന്റെ മടങ്ങി ഒരുപോലെ ഈ ദിവസങ്ങളായിട്ട് മടങ്ങി വന്ന് കർത്താവേ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവമേ നീ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യത്തെ ദൈവം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥന, ഹല്ലേലൂയ, ചെല്ലുന്നിടത്തെ എല്ലാം, ഹല്ലേലൂയ, അതിനൊരു വിടുതൽ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവജനത്തെ, ഈ മക്കളെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ കരങ്ങൾക്ക് സകല വിഷയങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് താഴ്മയോട് യാചിക്കുന്ന കൃപ കേട്ട് ഉത്തരം അരുളുമാറണേ.